മൂന്നും കൽപ്പിച്ച് മോദിജി. സാധാരണ രണ്ടും കൽപ്പിച്ചെന്നാണ് പറയാറുള്ളത്. ഇത് മൂന്നും കൽപ്പിച്ച് മോദിജി റീച്ച് ഔട്ട് പരമാവധിയാക്കി വീണ്ടും ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്നു. അദ്ദേഹത്തിനെ ട്രോളുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. അവിടെയാണ് ഞാൻ CJPയെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ആര് നന്മ പറഞ്ഞാലും നന്മ ചെയ്താലും നമ്മളിത് ഹൈലൈറ്റ് ചെയ്യണം. മോദിജി ചെയ്താലും ശ്രീ രാഹുൽ ഗാന്ധി ചെയ്താലും അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ ചെയ്താലും നമുക്ക് അവരോടുള്ള അനുകൂലമോ എതിർപ്പോ ആവരുത്. അവരുടെ ഒരു കാര്യം ഇവാലുവേറ്റ് ചെയ്യുന്നതിൽ, വിലയിരുത്തുന്നതിൽ നമ്മുടെ മാനദണ്ഡം. മോദിജിക്കെതിരെ മോദിജി തോറ്റു എന്ന് പറഞ്ഞ് ശക്തമായ വീഡിയോ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. മോദിയോട് വിരോധമൊന്നുമില്ല, പക്ഷേ തോറ്റു എന്നുള്ളത് യാഥാർത്ഥ്യമായതുകൊണ്ട്. പക്ഷേ മോദിജി ഈ പറഞ്ഞ കാര്യം വളരെ ഫാക്ച്വലാണ്, ശരിയാണ്, നന്മയുള്ളതാണ്. അമ്മയെ ചീത്ത വിളിച്ചവർക്ക് മാപ്പ് എന്ന് മോദിജി പറയുകയും ഇന്ത്യയെ, ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെല്ലാം ഒരുമിക്കണമെന്നും, അബ്യൂസ് ചെയ്തവർ, അങ്ങനെ വിരോധം പറഞ്ഞവർ, അവരെ പോട്ടെ, അവർ കുട്ടികളല്ലേ, അവർ യുവാക്കളല്ലേ, യുവതികളല്ലേ, അവരെ നല്ല പാതയിലേക്ക് കൊണ്ടുവരണം എന്നാണ് മോദിജി പറഞ്ഞിരിക്കുന്നത്. വളരെ സ്വാഗതാർഹമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് മോദിജിയും മോഹൻ ഭഗവത്ജിയും ഒക്കെ ഗാന്ധിജി മോഡ് ഓണാക്കും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ, പക്ഷേ ഗാന്ധിജി മോഡ് ഓണാക്കാറുണ്ട്. വളരെ സ്വാഗതാർഹമാണ്. മോദിജിയുടെ ആദ്യം അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ നമുക്കൊന്ന് കാണാം. എന്നിട്ട് നമുക്ക് നിഷ്പക്ഷമായി ഇവാലുവേറ്റ് ചെയ്യാം. എന്നിട്ട് നല്ലതാണ് പറഞ്ഞതെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ ചിലർ കോൺഗ്രസ്സുകാരായിരിക്കും, ചിലർ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, ചിലർ മുസ്ലിം ലീഗുകാരായിരിക്കും, ആപ്പായിരിക്കും, BJP ആയിരിക്കും, എന്തായാലും കുഴപ്പമില്ല. പക്ഷേ പറയുന്നത് നന്മയാണെങ്കിൽ, ശരിയാണെങ്കിൽ നമ്മൾ അതിനെ അഭിനന്ദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. हाय फ्रेंड्स, आज तो मन करता है बस आपसे ही बातें करूं। निरंतर वीडियो जंतर मंतर पर जो कुछ भी हुआ देश और दुनिया ने देखा है। कुछ शरारती बच्चों ने भद्दी भद्दी गालियां बोली, വൃത്തികെട്ട അസഭ്യം പറഞ്ഞു. किसी भी सभ्य समाज को शोभा न दे, ആർക്കും ശോഭ നൽകുന്നില്ല. ऐसे शब्दों का TG മോഹൻദാസ് പറഞ്ഞു നൽകുന്നില്ല. മോദിജി ലെവലിൽ എത്തി കാണൂല. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പിള്ളേര് മാത്രമല്ല, प्रयोग किया गया। मुझे तो गालियां दी गई, मेरी स्वर्गीय माता को എന്നെ ചീത്ത വിളിച്ചു, അമ്മയെ ചീത്ത വിളിച്ചു. न जाने कितना भद्दा स्वरूप था, അങ്ങനെ മോശം വാക്കുകളൊക്കെ പ്രയോഗിച്ചു. लेकिन मैं आज बात करना चाहता हूं പക്ഷെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, कि बचपन में गलतियां होती हैं, തെറ്റുകൾ സംഭവിക്കും, യുവാക്കളല്ലേ, और बचपन में गलतियों से सुधरने का अवसर भी होता है, അവർക്ക് ശരിയാക്കാനുള്ള അവസരമാണ്. और इसलिए मैं समाज के अंदर जो आक्रोश है ഈ उसको भली बात ही समझ सकता। ആക്രോശങ്ങളോട് ഞാൻ മനസ്സിലാക്കുന്നു. शौक है कि हमारी बेटियां സ്ത്രീകൾ അങ്ങനെ प्रकार की भाषा कैसे बोल सकती, മോശം ഭാഷ ഉപയോഗിച്ചു. ശരിയാണ്, സ്ത്രീകൾ മോശം ഭാഷ ഉപയോഗിക്കുക, ആരെങ്കിലും ഉപയോഗിക്കരുത്. समय है പക്ഷേ ഈ बच्चों को गले लगा करके അവരെ राह दिखाना, ആശ്ലേഷിക്കാനും ശരിയായ പാഠം बच्चे उनको राह दिखाना हमारा काम है। उनको सजा देना, अदालतों के चक्कर कटवाना, അവരെ കോടതി കയറ്റി മെനക്കെടുത്തരുത്. प्रताड़ित करना, ജെന്യുവൻ ആയിട്ടാ इससे പറയുന്നത്. हम परिस्थितियां नहीं बदल पाएंगे। ഇതുകൊണ്ട് കാര്യങ്ങളൊന്നും മാറുന്നില്ല. मैं उन्हें माफ करना चाहता हूँ। അവരെ ഞാൻ മാപ്പ് കൊടുക്കാൻ. समाज भी मेरी इस बात को स्वीकार करे, സമൂഹവും സ്വീകരിക്കണം. मेरे मन में एक ही भाव है, कभी कभी എന്റെ മനസ്സിൽ दांतों तले हमारी जीभ आ जाती है, खून निकल आता है, लेकिन हम दांत तोड़ते नहीं है, क्योंकि दांत भी हमारे हैं, जीभ भी हमारी है, बच्चे भी हमारे हैं, उन्हें ഈ നിലപാട്, മോദിജിയുടെ ഈ സമീപനം എടുക്കണമെന്ന് ഞാൻ കുറെ ദിവസമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് സംഘി പ്രൊഫൈലുകൾ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. ഈ ഒരു സമീപനം എടുത്തേ ഒരു രാജ്യം മുമ്പോട്ട് പോവുകയുള്ളൂ, ഭരിക്കാൻ പറ്റുകയുള്ളൂ. हमारा काम है, गुमराह को राह दिखाना कठिन होता है, लेकिन कठिन काम हमको करना। और इसलिए आओ, मैं इन बच्चों को कहता हूँ, बच्चों आओ, हम देश के लिए साथ मिलकर के आगे बढ़े, നമുക്ക് ഒരുമിച്ച് രാജ്യത്തിന് വേണ്ടി नया മുമ്പോട്ട് പോകാം. सीखे, പുതിയ കാര്യങ്ങൾ പഠിക്കാം, गलतियों से भी सीखे, തെറ്റുകളിൽ നിന്നും अपने പഠിക്കാം, सपनों को लेकर के चल पड़े। സ്വപ്നങ്ങളോട്. देश बहुत आगे बढ़ रहा है, आगे बढ़ने वाला है, രാജ്യം മുമ്പോട്ട് और പോകുന്ന आपका भी आगे बढ़ना निश्चित हो, यही मेरा सपना है। मैं आपके लिए जीता हूँ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് आपके उज्जवल भविष्य के लिए खपता हूँ। आओ हम मिल करके देश को आगे बढ़ाएं। बहुत बहुत धन्यवाद दोस्तों, बस आओ, गलतियों से सीखो, आगे बढ़ो। हाय फ्रेंड्स, മോദിജിയുടെ ഇൻസ്റ്റാഗ്രാം അവിടെ മോദിജി എടുക്കുന്ന പൊസിഷൻ നല്ലതാണ്.
ചില തീവ്ര സംഘീയ ഗ്രൂപ്പുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ചീത്ത കേൾക്കുന്നുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നത്, അമ്മയെ ചീത്ത വിളിച്ചതാണ്, അമ്മയെ ചീത്ത വിളിച്ചവരെ അറസ്റ്റ് ചെയ്യണം. സ്വന്തം അമ്മയെ ചീത്ത വിളിച്ചിട്ട് പോലും ഒരു എന്താ പറയണേ, അത് പോട്ടെ എന്ന് പറയാൻ മനസ്സ് കാണിക്കുന്നത് ഒരു നന്മയാണ്. ആ നന്മ നമ്മൾ കാണാതിരിക്കണം. അതിനർത്ഥം മോദിജിയുടെ പോളിസിയെ വിമർശിക്കേണ്ടതോ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതോ അല്ല. ഇനിയും വിമർശിക്കണം, അതിശക്തമായി പോകണം. പക്ഷെ നല്ലത് കണ്ടാൽ എവിടെയും പറയണം. അത് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും പറയണം, കോൺഗ്രസ്സുകാരാണെങ്കിലും പറയണം, BJP-ക്കാരാണെങ്കിലും പറയണം. ആ ഒരു നന്മ എല്ലാവരും മുമ്പോട്ട് വെക്കണം. അതുകൊണ്ട് മോദിജിയുടെ നന്മയുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി കേസ് എടുക്കരുത്. എനിക്ക് തോന്നുന്നു അഭിജിത്ത് ദീപ്കടക്കം ഒരുപാട് പേര് വന്ന് പറഞ്ഞിട്ടുണ്ട് കേസ് എടുക്കരുത്. അത് ആ വാക്ക് മോദിജി പാലിച്ച് മുമ്പോട്ട് പോകണം, സംശയമൊന്നുമില്ല. പക്ഷെ പോസിറ്റീവ് വീഡിയോ ആണ്. ഈ അടി നിർത്തണം, അതാണ് അതിന്റെ സത്യം. അടി നിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം യുവാക്കളും മോദിജിയും തമ്മിലുള്ള ഫൈറ്റ് നിർത്തണം. രാഷ്ട്രീയപരമായി എതിർക്കുമ്പോഴും ഒരു സമവായം കണ്ടെത്തണം. ആ സമവായത്തിന് വേണ്ടിയാകട്ടെ നമ്മുടെ ശ്രമങ്ങൾ.